ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ ആലപ്പുഴ ഔലൂക്കുന്നിലായിരുന്നു പ്രാക്ടീസ്. വണ്ടി ടാറ്റാടെ ആൾട്രോസ് ആണ്. ഇപ്പൊ ടാസ്ക് ആണ്, കാരണം മേഡം ഞങ്ങളോട് പറഞ്ഞ ഈ വഴിയിൽ നിന്ന് എനിക്ക് വണ്ടി വെളിയിലോട്ട് ഇറക്കി തന്ന ഉറപ്പായിട്ട് ഞാൻ ഒറ്റക്ക് ഓടിച്ചോളാം എന്ന് പറയും. അപ്പം ഞങ്ങൾ ഓർത്ത് വീതിയുണ്ട് വഴിക്ക്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പം ഈ ഇറങ്ങി വരുന്ന സൈഡിൽ തന്നെ ഒരു ഓടയുണ്ട്, സ്ലാവ് ഇല്ലാത്ത. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെയാണ് നല്ല വീതി ഉണ്ടെങ്കിലും ഈ മതിലിനോട് ചേർന്ന് തന്നെ 2 ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. അപ്പോൾ ആ ഓട്ടോറിക്ഷ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം റൈറ്റ് സൈഡ് എടുക്കും, ചിലപ്പോൾ വീല് എന്ന് വീഴും. അപ്പോൾ ഇപ്പോൾ ഓട്ടോ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു, ഇന്ന് ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് വരുവാണ്, ആ ഓട്ടോ ഒന്ന് മാറ്റി തരുവാന്ന് ചോദിച്ചു. അതേപോലെ നമ്മൾ അതെല്ലാം താണ്ടി വീണ്ടും വരുമ്പോൾ നമുക്ക് റെയിൽവേ ഗേറ്റ് പോലെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ. അപ്പം വേറൊന്നുമല്ല, ഒരു കയർ ഫാക്ടറിയാണ്. അപ്പോൾ ആ കയർ ഫാക്ടറിയിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഹോൺ അടിക്കണം. ഹോൺ അടിക്കുമ്പം അവരെ എല്ലാ വർക്കും അവർ സ്റ്റോപ്പ് ചെയ്ത് പണി സാധനം എല്ലാം ഒതുക്കി വെച്ച് നമ്മുടെ വണ്ടി നമുക്ക് കടത്തി വിടും. നമുക്ക് ടാസ്ക് 2 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 3ാമത്തെ ടാസ്കിലോട്ട് നമ്മൾ കടക്കാനായിട്ട് പോകാം. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ തിരിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബൈക്കുകാരനോ 4 വീലറുകാരനോ വരുമ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ പാനിക്കാകാതെ റിവേഴ്സ് ഇട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് വണ്ടി കടന്നു പോകും. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പാനിക്കാവും, വണ്ടി എവിടെയെങ്കിലും തട്ടും. ഇതിപ്പോൾ നമ്മൾ ആ വഴിയുടെ ഫുള്ള് വീഡിയോ ഇതിനകത്തില്ല. അപ്പം നിങ്ങൾ വീണ്ടും ചോദിക്കും, ആ റെയിൽവേ ഗേറ്റിൻ്റെ അടവ് വരുമോ? തീർച്ചയായിട്ടും വീണ്ടും റെയിൽവേ ഗേറ്റ് അടയും.